ആൺസുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി കൊച്ചിയിൽ MBA-കാരിയെ പീഡിപ്പിച്ചു. നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺസുഹൃത്തിനൊപ്പം എത്തിയ 24-കാരിയാണ് പീഡനത്തിന് ഇരയായത്. ആൺസുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തി 3 യുവാക്കൾ ആണ് ക്രൂരമായി പീഡിപ്പിച്ചത്. കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്ന് ഫയർ ഗോവണിയിലൂടെ പൂർണ്ണ നഗ്നയായി ഇറങ്ങിയോടിയാണ് യുവതി രക്ഷപ്പെട്ടത് എന്നതാണ് വിവരം. പ്രതികളിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, പിടിയിലായവരുടെ വിവരങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ 3 പേർ ഉണ്ട് എന്നാണല്ലോ അറിയുന്നത്. ഇനി ആരെയാണ് പിടികൂടാനുള്ളത്? അയാൾ ആര് എന്നതിൽ വ്യക്തതയുണ്ടോ ആജ്ഞ? അഭിലാഷ്, തിരുവനന്തപുരം സ്വദേശി ഡാനിഷ്, അതുപോലെ കൊല്ലം സ്വദേശി രാഹുൽ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. മറ്റൊരു പ്രതി അതുലാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ നടക്കുന്നത്. ഈ ഡാനിഷിനെയും അതുപോലെ രാഹുലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറിൽ നിന്നാണ് രാഹുലിന്റെ മൊബൈൽ നമ്പർ കിട്ടുന്നത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുലിനെയും ഡാനിഷിനെയും പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സെൻട്രൽ പോലീസ് SI സുബോധിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സംഘത്തെ കണ്ടെത്തുകയും അവരുമായി ബലപ്പെടുത്തി നടക്കുകയും SIക്കും മറ്റൊരു സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊച്ചിയെ ഞെട്ടിക്കുന്ന വലിയൊരു സംഭവമാണ്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. MBA ബിരുദധാരിയായ പെൺകുട്ടി ഇവിടുത്തെ കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവളുടെ ആൺ സുഹൃത്തുമായിട്ടാണ് ഈ ആളൊഴിഞ്ഞ ഭാഗത്തുള്ള ഒരു ഹോട്ടൽ, പഴയ കാലത്തെ ഒരു ഹോട്ടലാണത്. ആ ഹോട്ടൽ കുറച്ചു കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. അതിലേക്ക് പോയത് ഇവർ പോകുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ നിലയിൽ മറ്റോ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ 3 സംഘമെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഇവരെ പിന്തുടരുകയും പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അത് ആദ്യഘട്ടത്തിൽ അവർ നിഷേധിക്കുകയും മാത്രമല്ല അതിന് തുടർന്ന് തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് കത്തിവെച്ച് ആൺസുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം പെൺകുട്ടിയെ വിവസ്ത്രയാക്കുകയായിരുന്നു. പെൺകുട്ടി, അതായത് പൂർണ്ണ നഗ്നയായിട്ടാണ് പെൺകുട്ടി ആ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഓടിയത്. ഈ ഫയർ എക്സിറ്റ് കോവണി വഴിയാണ് പെൺകുട്ടി ഇറങ്ങി ഓടുന്നത്. ആ കോണിയിലൂടെ ഇറങ്ങി എത്തിയ ശേഷം ഈ പെൺകുട്ടി ഹെൽപ്പ് ലൈനിൽ വിളിക്കുകയായിരുന്നു. തുടർന്നാണ് സഹായത്തിന് പോലീസ് എത്തുന്നതും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ എത്തുന്നതും. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടുന്നത്. ഡാനിഷിൻ്റെ ഫോൺ അടുത്തൊരു കടയിൽ ഫോൺ ചാർജ് ചെയ്യാനിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ കണ്ട അയാൾ മുങ്ങാൻ ശ്രമിക്കുന്ന സമയത്താണ് പോലീസ് പിന്തുടർന്ന് പിടിക്കുന്നത്. പിടികൂടുന്ന സമയത്താണ് ഈ SIക്ക് പരിക്കേറ്റുന്ന സുബോധ് എന്ന് പറയുന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SIക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കൊച്ചിയെ നടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ചും നൈറ്റ് ലൈഫൊക്കെ വളരെ കൃത്യമായി കൊച്ചിയുടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൊച്ചിയിൽ നൈറ്റിൽ സ്ത്രീകൾക്ക് പേടിക്കാനുള്ള സ്ത്രീ സുരക്ഷ കൂടുതൽ ഉള്ള സ്ഥലമാണ് കൊച്ചി എന്നുള്ള മെസ്സേജുകളൊക്കെ വരുന്ന സാഹചര്യത്തിലും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ തന്നെയാണോ? അത് പ്രത്യേകിച്ചും കൊച്ചി ഇങ്ങനെ ഇരുട്ടിൽ കൊച്ചിയുടെ മുഖം ഇത്രയും ക്രൂരമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചിഹ്നമാവുകയാണ്. പ്രത്യേകിച്ചും പോലീസ് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൊച്ചിയിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഈ ഇൻഫ്ലുവൻസ് കൂടുകയും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും അത്തരം ക്രൈമുകളും സ്ത്രീകൾക്ക് നേരെ അതിക്രമത്തിനുള്ള ഇടയിലുള്ള സാഹചര്യത്തിലുള്ള ക്രൈമുകളും ഒക്കെ കൂടി വരുന്ന ഒരു കണക്ക് കൂടി കൊച്ചിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയെ കൂടുതൽ ഭയപ്പെടണം എന്നുള്ളൊരു മെസ്സേജാണോ ഇതിലൂടെ? തീർച്ചയായും. അതായത് ആൺസുഹൃത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ആണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ അതീവ ഗുരുതരമാകുന്ന തരത്തിൽ ലൈംഗികമായി അതിക്രമിച്ചത്. അതിൽ 3 പേർ ഉണ്ടായിരുന്നു ആ സംഘത്തിൽ എന്നതാണ്. ഇപ്പോൾ 2 പേർ ആണ് പിടിയിലായിട്ടുള്ളത് എന്നതാണ്. തീർച്ചയായും കൊച്ചിയിലാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.